നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പം നമ്മുടെ പൊന്നൂസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നൂസിന് ഞാനൊരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ ഞാൻ രാവിലെ വിഷ് ഒന്നും ചെയ്തില്ല. അപ്പോൾ വിഷ് ചെയ്യാതെ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്കറിയാം തീർച്ചയായിട്ടും പുള്ളിക്കാരി ഇറങ്ങിയിരിക്കുകയായിരിക്കും. പക്ഷേ ഞാൻ പൊന്നൂസ് അറിയാതെ പൊന്നൂസിനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ബർത്ത്ഡേ വിഷസ് പറയാൻ പോകുന്നത്. അപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായി തീരുമെന്ന് നമുക്കറിയത്തില്ല. അപ്പം നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ റൂമിനടുത്ത് എത്താറായി. ചിലപ്പം പിണങ്ങിയൊക്കെ ഇരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടൂസ് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പറയുന്നൊരു സാധനം തന്നെയാണ് ഗിഫ്റ്റാക്കി ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. നോക്കിയിട്ട് നമുക്ക് കുട്ടൂസിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് കാണാം. സാധാരണ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴെ നമ്മളിപ്പോൾ എത്തി കേട്ടോ. ഇവിടെ ഒത്തിരി പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സാധാരണ കുട്ടൂസ് ഇവിടെ വരുന്നതാണ്, പിന്നില്ല. നമുക്ക് എന്തായാലും നമുക്ക് റൂമിൽ ചെന്നിട്ടേ ആ സീനൊന്ന് കാണാം കേട്ടോ. പക്ഷെ പ്രശ്നം ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. കുട്ടൂസ് കാണാതെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ എത്രത്തോളം നമുക്ക് മൊബൈൽ കൈ പിടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഞാൻ നോക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്തി കേട്ടോ. എത്തി നമുക്ക് നോക്കാം കേട്ടോ. ബെല്ലടിക്കാം. ചുമ്മാ ഇരിക്കായിരുന്നു. ഫോൺ കാണായിരുന്നു. പിന്നെ എന്തുകൊണ്ടായിരുന്നു ഫുൾ ടൈം ഫോൺ കാഴ്ചയാണോ? മറ്റേ പയ്യൻ വന്നില്ലേ? കേട്ടോ കളിക്കാൻ പോയില്ല താഴെ? കളിക്കാൻ പോയി. ബോറടിച്ചോളൂ കൂട്ടു. പപ്പില്ലാത്തോണ്ട് ഞാൻ ബോറടിച്ചു. ഞാൻ വിളിച്ചു പറയാം. ചായ ഇടില്ലാണോ? ചായയാണോ കട്ടൻ കാപ്പിയാണോ? ചായ. എന്താ പറ്റി മുഖത്തൊരു വാട്ടം? എന്നാലും എന്തോ ഒന്നും വരുന്നല്ലോ. തലവേദനയായിരുന്നു. അപ്പം എന്നാ പറ്റി? ചെറിയൊരു തലവേദന. കുഴപ്പമില്ല. വെയിലിന് ചൂടൊക്കെ ആയില്ലേ? ഞാൻ പുളിയൊന്നും കഴിച്ചില്ല.
ചുമയുണ്ടായിരുന്നോ അപ്പം? ആ കുഴപ്പമില്ല, ചെറിയ ചെറിയ ചുമയുണ്ട്. കണ്ടോ, ആ പനിയുടെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറിയില്ലടാ. ഹാപ്പി ബർത്ത്ഡേ. മുഖത്തിന്റെ ഇത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ ബർത്ത്ഡേ പറഞ്ഞിട്ടിരിക്കുകയാണല്ലേ. കുട്ടൂസേ, അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് കണ്ടോ? ഹാപ്പി ബർത്ത്ഡേ പൊന്നൂസേ. പപ്പയാണെങ്കി ഒരു വിഷ് പോലും ചെയ്യാതെ ഇന്ന് പോയത് രാവിലെ. മുഖം കാണിച്ചേ, നമ്മുടെ കുട്ടികളെ കാണിച്ച മുഖം കാണിക്കട്ടെ, മുഖം കാണിക്കട്ടെ, മുഖം കാണിക്കട്ടെ, മുഖം കാണിക്കട്ടെ. പൊന്നൂസേ, എങ്ങനെയുണ്ട്? സൂപ്പറാണ് അമ്മയുടെ ഗിഫ്റ്റ് കേട്ടില്ലേ? എന്താ അറിയാമോ ഇത്? മാല പോലത്തെ ഒരു സാധനമാ പൊന്നൂസേ. ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെയുണ്ട് സാധനം? അതൊക്കെ ഒപ്പിച്ച് എനിക്കറിയാം നീ ഇന്ന് പിണക്കി ഇരിക്കാന്നുള്ള എനിക്കറിയാം. പിന്നെ മെസ്സേജും ഇല്ല, ഒന്നുമില്ല. നാട്ടിൽ വെച്ചാണെന്നുണ്ടെങ്കില് കൂടെ ഉണ്ടായിട്ടോ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത കേട്ടോ. ശരിക്കും ഞങ്ങളൊരു 3-4 ദിവസം മുമ്പ് തന്നെ നമ്മൾ ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടൂസ് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യും, പപ്പ എനിക്ക് എന്താ ഗിഫ്റ്റ് ഒക്കെ തരുന്നതാണ്. എന്നിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ഒറ്റ പോക്കങ്ങ് പോയി. ഞാൻ എന്താണ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തായിരുന്നു പൊന്നൂസിന് ഈ ഒരു ഗിഫ്റ്റ് ഇങ്ങനെ തന്നെ സർപ്രൈസിന്റെ ഗിഫ്റ്റ് ഇങ്ങനെ തന്നെ കൊടുക്കണം എന്നുള്ളത്. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ പൊന്നൂസ് പൊന്നൂസ് ഒരുപാട് നാളായിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു ഒരു കൊലുസ് വേണം എന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ടാണ് കൊലുസ് തന്നെ വാങ്ങിച്ച കേട്ടോ. സൂപ്പറാണ്, ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഞാൻ ബർത്ത്ഡേ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ പൊന്നൂസിന്റെ ബർത്ത്ഡേ ഞാൻ വിചാരിച്ചത്. ഞാൻ അങ്ങനെ വിഷ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ചില സമയങ്ങളിൽ 12 മണിക്ക് അല്ലെ, ചില സമയങ്ങളില് ഞാൻ എല്ലാ പ്രാവശ്യം എന്റെ ബർത്ത്ഡേ വരുമ്പോ ഞാൻ ഒരാഴ്ചക്ക് മുന്നേ തൊട്ടേ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യും. പറയത്തില്ല എന്തോ നാലും പറയില്ല. ഒക്കെ ഓർത്തിട്ട് എന്തായിരിക്കും ചെയ്യുന്നേന്ന് 12 മണിക്ക്. പക്ഷെ ഞങ്ങള് ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെങ്കിൽ വിഷ് ചെയ്യത്തില്ല, ഉറങ്ങും കിടന്നു. അപ്പൊ എന്താണെങ്കിലും ഞാൻ മറന്നാണെന്നുള്ളത് മനസ്സിലായല്ലോ. മറക്കത്തില്ല. അപ്പൊ എന്താണെങ്കിലും വിചാരിച്ചത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നമ്മള് കൂടെ ഒന്നിച്ചുള്ള സമയത്ത് ഇങ്ങനെ മറന്നു കഴിഞ്ഞാണ്ട് അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വിഷമം അല്ലേ. എന്താണെങ്കിലും നമ്മുടെ പൊന്നൂസിന് തലവേദനയൊക്കെ ആയി കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഞങ്ങളുടെ ഈ ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ പൊന്നൂസിന് ഇതൊന്ന് കാലിലൊന്ന് കെട്ടിക്കൊടുക്കട്ടെ കേട്ടോ. രണ്ട് കൊലുസ് നമ്മുടെ ഭീമേന്നാണ് വാങ്ങിച്ചത്. ഭീമ സൂപ്പർ സ്വർണ്ണമാണ് ഭീമയിലെ. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ പൊന്നൂസിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എങ്ങനെയുണ്ട് പൊന്നൂസേ? സൂപ്പറാണോ? അപ്പൊ എന്താണ് നമ്മുടെ പൊന്നൂസിനും കുട്ടൂസിനും ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് ഞങ്ങൾ നിർത്തി പോവാണ്. കാലി കെട്ടി കൊടുക്കുന്നുണ്ട്. കാലി കെട്ടാൻ അപ്പൊ എന്താണെങ്കിലേ പൊന്നൂസിന്റെ മുടി വെട്ടിയത് എങ്ങനെയുണ്ടെന്ന് കമന്റിൽ പറഞ്ഞേക്കണേ. എനിക്ക് ബർത്ത്ഡേയില് അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ കമന്റ്സും ലൈക്കും ഒക്കെ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് അല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഒന്നുപോലും മിസ്സാകാതെ നിങ്ങളിലേക്ക് ഓടി എത്തുന്നതായിരിക്കും. അതെ, ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പൊ തൽക്കാലം ഈ വീഡിയോ ചേർത്തിട്ട് നമുക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.